ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഉം. എക്സാംസിന്റെ ഗുഡ് ഈവനിങ്. അവസാനഘട്ട പ്രിപ്പറേഷൻസിലായിരിക്കും എല്ലാവരും അല്ലെ. ലാസ്റ്റ് മിനിറ്റിലുള്ള പ്രിപ്പറേഷൻസും റിവിഷൻസും ഡിവൈക്യൂസും അല്ലെ, മോഡൽ എക്സാംസും എല്ലാം കൊണ്ടും കംപ്ലീറ്റ്ലി എക്സാം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ഇത്. സമയത്ത് സ്വാഭാവികമാണ് നമുക്ക് ടെൻഷൻസും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാം, എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാം ഹോളിലേക്ക് പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, അതായത് ഇപ്പോഴൊക്കെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എക്സാം ഹോളിലേക്ക് കടന്നാലും ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്തവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരു 2 hours അല്ലെങ്കിൽ 3 hours ടൈമുള്ള എക്സാംസിൽ നമ്മൾ എങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ അതിന്റെ ആൻസേഴ്സ് എഴുതുന്നുണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ടൈമിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു സ്റ്റുഡന്റിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം അല്ലെ. അത് എക്സാം ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അതിന്റെ ഇമ്പോർട്ടൻസ് ഡബിൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു എക്സാം ഹോളിൽ ഇരുന്നിട്ട് കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാം, എഫക്റ്റീവ് ആയിട്ട് തന്നിരിക്കുന്ന ടൈമിനകത്ത് നമുക്ക് തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും വൃത്തിയായിട്ട് കൃത്യമായിട്ട് എങ്ങനെ ആൻസേഴ്സ് ചെയ്യാം, അതൊക്കെ നമുക്കൊന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ എക്സാം ഡേ സ്ട്രാറ്റജി ആൻഡ് ടൈം മാനേജ്മെന്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിന്റെ അന്ന് എക്സാം ഹാളിലേക്ക് നല്ല റിലാക്സ് ആയി നല്ല രീതിയിൽ പഠിച്ച് വൃത്തിയിൽ പോയിരിക്കുകയാണ് നമ്മൾ. ആ ഒരു ടൈമിൽ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് എങ്ങനെ നമ്മുടെ ടൈമിനെ 2 hours അല്ലെങ്കിൽ 3 hours എന്നുള്ള ആ ഒരു ടൈമിനെ വൃത്തിയിൽ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പവർ ഓഫ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. ഒരു 1 year സമയത്തിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ പവർ എന്താണെന്നുള്ളത്. അത് നമ്മൾ അസൈൻമെന്റ് എഴുതാനാണെങ്കിലും എക്സാമിന് പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ക്ലാസ്സുകളൊക്കെ കാണുന്നതും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ ആ ഒരു പ്ലാനിങ്ങിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്ലാനിങ് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കൂല അല്ലെ. നമ്മളൊരു ഗോൾ ഇല്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ കൃത്യമായിട്ടൊരു ഒരു ലക്ഷ്യം വെക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങും വേണം. ഇതില്ലാതെ വെറുതെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങളും നേടുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണോ അതിലേക്ക് നമുക്ക് ഒരു പക്ഷേ കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലെ. ടൈം അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 2 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കേണ്ട എക്സാം 3 മണിക്കൂർ എടുത്തിട്ട് കാര്യമില്ല അല്ലെ. 2 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് 2 or 3 എക്സാം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചതിലൊന്നും ഒരു കാര്യമില്ലാണ്ടായി. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സാം ഡേയുടെ എക്സാം എഴുതി തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ അതിന് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് വേണം, ഒരു ടൈം മാനേജ്മെന്റ് വേണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രയർ ആയിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം ഏകദേശം MA ക്കാണെങ്കിലും BA ക്കാണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത് അല്ലെ. അപ്പൊ അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എത്ര ക്വസ്റ്റ്യൻസിനൊക്കെ ഇത്ര ടൈം നമ്മൾ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അഥവാ നമ്മുടെ മോഡൽ എക്സാം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പ്ലാനിങ്, ടൈം മാനേജ്മെന്റ് ആൻഡ് പ്ലാനിങ് കൃത്യമായിട്ട് നടത്തി വെച്ചിട്ടേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഓക്കെ. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഗോളിലേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്കായി. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഈ ഒരു ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് നടത്തി കഴിഞ്ഞു സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി എന്നുള്ള ഒരു ടോപ്പിക്കിൽ അല്ലെ. ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും കാര്യങ്ങളുടെയും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് വളരെ റിലാക്സ് ആയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ട് എക്സാം എഴുതാനും നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇത്രയും ടൈം ഉണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ടൈമിനുള്ളിൽ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് എഴുതി കഴിയും, ഈ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിയും. ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നും നമ്മൾ നോക്കി വെച്ചാൽ, ഓൾറെഡി ഒരു പ്ലാനിങ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവില്ല. എക്സാം ടൈമിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ.
ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സാം ഡേയുടെ അന്ന് എക്സാമിന്റെ ഹാളിലേക്കൊക്കെ കയറി ഇരുന്ന് എങ്ങനെയാണ് നമുക്ക് ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നേരത്തെ കുറച്ച് പേർക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നത് കേട്ടിരുന്നു. അതിനുള്ളൊരു ഉത്തരം കൂടെയാണ് ഇത്. ആദ്യത്തെ 2 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടി. നമുക്കുള്ള ആദ്യത്തെ 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് പെട്ടെന്ന് സ്കാൻ ചെയ്ത് നോക്കുക എന്നുള്ളത്. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും അതിലൊന്ന് വായിച്ചു നോക്കുക, ഒന്ന് ഓടിച്ചു പോവാം. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരും, എനിക്ക് നല്ലോണം അറിയാവുന്നത് ഏതാണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ഏതൊക്കെയാണ്, നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റുന്ന ഏതൊക്കെയാണ്, കുറച്ച് ടഫായിട്ട് വരുന്നത് ഏതാണ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, ഇങ്ങനെയുള്ള എല്ലാത്തിനെ പറ്റിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് പോകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു പ്ലാൻ നടക്കുന്നുണ്ടാവും അല്ലെ. അതിനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ബാക്കിയുള്ള ആൻസേഴ്സും കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാ ഇത് നല്ലോണം അറിയാവുന്നതാണ്, ഇത് തന്നെ എഴുതാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് വായിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാംസ് എഴുതി തുടങ്ങുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് നോക്കാതെ അതിലെല്ലാം അതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഓർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോക്കാതെ ഒരു ഈസി ആയിട്ടുള്ള ഒരു പോർഷൻ വന്നിട്ട് എന്നാ പിന്നെ ഇത് തന്നെ എഴുതിയേക്കാം എന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, എഴുതുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ എഴുതിയ കാര്യം വേസ്റ്റ് ആയി അല്ലെ. അപ്പം ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുൾ ആയിട്ട് വായിച്ചു നോക്കുക. അതിന്റെ ഇടയിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ ഈസി ആയിട്ടുള്ളത് ഇതാണ്, ആദ്യം എഴുതാൻ പറ്റുന്നത് ഇതാണ്, നല്ലോണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, അങ്ങനെയൊക്കെ നമുക്കൊരു പ്രീ പ്ലാൻ അവിടെ ഉണ്ടാക്കി വെക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലെ, ആൻസർ പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത്, ഏറ്റവും കോൺഫിഡൻസോടെ കൂടി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3 എന്ന് പറഞ്ഞിട്ടല്ല എഴുതേണ്ടത്. നമുക്ക് ഓർഡർ അനുസരിച്ച് എഴുതണം യാതൊരു നിർബന്ധവും ഇല്ല. അല്ലെങ്കിൽ ആദ്യത്തെ പാർട്ട് എ എഴുതി കഴിഞ്ഞിട്ടേ പാർട്ട് ബി എഴുതാവൂ, അല്ലെങ്കിൽ പാർട്ട് സി എഴുതാവൂ, അങ്ങനെയൊന്നും യാതൊരു നിർബന്ധവും നമുക്കില്ല. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആദ്യം എഴുതാം. അവിടെ നമ്മുടെ പ്രയോറിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, നമ്മുടെ കോൺഫിഡൻസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഏറ്റവും കോൺഫിഡന്റോട് കൂടി എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് നിങ്ങൾ ആദ്യം എഴുതുക. പക്ഷേ അതേസമയം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നല്ലോണം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ നല്ലോണം പഠിച്ചിട്ടുള്ള ഒരു തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്, 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. ഏകദേശം ഒരു 15 മാർക്കിനുള്ളത് അത്രയും നമ്മുടെ കയ്യിൽ അറിവുണ്ട്, ഒരു നോളജ് നമുക്കുണ്ടെങ്കിൽ അത് 15 മാർക്കിനും എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് സമയം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ടൈം ആ രീതിയിൽ വേസ്റ്റ് ചെയ്യരുത്. കാരണം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എത്ര പോയാലും 5 മാർക്കേ കിട്ടുള്ളൂ, ഒരിക്കലും അവിടെ 10 മാർക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ആ ടൈമിന് മാത്രമല്ല മാർക്കിനും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം, മിനിറ്റ് മാർക്സ് അലോക്കേഷൻ എന്ന് പറയും. അതായത് 5 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 5 മാർക്കിനുള്ളത് മാത്രമേ എഴുതാവൂ. ഒരിക്കലും അത് 10 മാർക്കിന്റെ എസ് എ ആയിട്ടോ അല്ലെങ്കിൽ 15 മാർക്കിന്റെ വലിയ എസ് എ ആയിട്ടോ ഒന്നും നിങ്ങൾ എഴുതാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതുകൊണ്ടാണ് നമ്മൾ PYQ അനാലിസിസ് ഒക്കെ കൃത്യമായിട്ട് ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ആപ്പിലൊക്കെ അവൈലബിൾ ആണ്, അല്ലാതെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുക. എത്ര മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിൽ എത്ര വേർഡ്സ് ഉണ്ട് അല്ലെ, എത്ര മാർക്കിന് എത്ര വേർഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഒരു 5 മാർക്കിന്റെ ഒരു 100 വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഏകദേശം എത്രത്തോളം വേണം എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അസൈൻമെന്റ് ഒക്കെ എഴുതി നല്ല പരിചയമുള്ള ആൾക്കാരാണ് നമുക്ക്. അപ്പോൾ 100 വേർഡ്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വേണമെന്ന് നമുക്കറിയാം. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. 5 മാർക്കിനുള്ളത് ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ 10 മാർക്കിനുള്ളതിന് ഒരു 10 മിനിറ്റ് എന്ന രീതിയിൽ നമ്മളൊന്ന് ഒരു ടൈം, ഒരു മാർക്കിനനുസരിച്ചുള്ള ടൈം അലോക്കേഷൻ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇത് ഇനിയും ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ആൾക്കാർ, നമുക്ക് ടൈം ഇനി കഴിഞ്ഞു അല്ലെ, ഏകദേശം നമ്മുടെ എക്സാം അടുത്തെത്തി കഴിഞ്ഞു. പക്ഷെ എങ്കിലും നമ്മുടെ മുന്നിൽ കുറച്ചും കൂടെ ഉണ്ട്, ഈ ഒരു രാത്രിയെങ്കിലും നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. ഏറ്റവും ചുരുങ്ങിയത് ഒരു രാത്രി നമുക്കുണ്ട്, അല്ലെങ്കിൽ കുറെ പേർക്കൊക്കെ 24 hours ഉണ്ടാവും. അങ്ങനെ പലതരത്തിലാണ് നമ്മുടെ എക്സാംസ് തുടങ്ങുന്നത്. നമ്മുടെ മുന്നിലുള്ള ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ഉള്ള സമയം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇത്ര മാർക്കിനുള്ള ഞാൻ എത്രത്തോളം എഴുതേണ്ടി വരും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും എന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇന്ന് തന്നെ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ എക്സാം ഹാളിലേക്ക് പ്രവേശിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ഈ പ്ലാൻസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എക്സാം പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുക, അതേപോലെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് പ്രയോറിറ്റി കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം ഒരുപാട് മാർക്കുള്ളതിന് മാത്രം ഒരുപാട് എഴുതുക. ചെറിയ മാർക്കിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് വെച്ചിട്ട് മാർക്കിനനുസരിച്ച് മാത്രം നമ്മൾ ആൻസർ എഴുതാൻ പാടില്ല. ഓക്കെ,
അതേപോലെ ഇനി നമുക്ക് ടൈം സേവ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ് നോക്കാം. ടൈം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. ഇപ്പൊ മോഡൽ എക്സാംസ് കഴിഞ്ഞപ്പോൾ കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സാമിന് ടൈം കിട്ടിയില്ല മാം, അവസാനം സമയമായപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ടൈം കിട്ടിയില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അഥവാ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം ബുള്ളറ്റ് പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ ലിസ്റ്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു തിയറി ചോദിച്ചു, ഒരു എസ് ആയിട്ട് ഒരു 10 മാർക്സിന്റെ എസ് ആയിട്ട് ഒരു തിയറി നമുക്ക് എഴുതാൻ ചോദിച്ചു. അപ്പൊ തിയറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അണ്ടറിൽ ഒരുപാട് കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, സബ് ഹെഡിങ്സും കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തു, അതിന്റെ ഒരു പാരഗ്രാഫിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ആ തിയറി എന്താണെന്നുള്ളത് നമ്മൾ ബോഡി പാർട്ടിലേക്ക് വന്നു. ഇനി അതിന്റെ അണ്ടറിൽ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ കുറെ സബ് ടോപ്പിക്സും സബ് ഹെഡിങ്സും ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഇതിനെയൊക്കെ നമ്മൾ പോയിന്റ് ചെയ്യാം, ഒരു അണ്ടർലൈൻ ഒക്കെ കൊടുത്തിട്ട് സൈഡ് ഹെഡിങ് പോലെ തന്നെ എഴുതിയിട്ട് ഇനി അതിന്റെ ഉള്ളിൽ പിന്നെയും നമ്മളൊരു 1-2 പാരഗ്രാഫിൽ എഴുതാതെ ബുള്ളറ്റ് ആക്കി വെക്കുക, ഇതേപോലെ പോയിന്റ് ആക്കി വെക്കുക, അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഓരോ കോൺസെപ്റ്റ്സ് ഹെഡിങ് ആയിട്ട് തന്നെ കൊടുക്കുക, അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളിലെ ജസ്റ്റ് ഒരു പോയിന്റ് ബുള്ളറ്റ്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയോ നമ്പറൊക്കെ ഇട്ടിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും അല്ലെ. എസ് പോലെ ഇങ്ങനെ സെന്റൻസ് ആക്കി എഴുതുന്ന സമയത്ത്, പാരഗ്രാഫ് തിരിച്ച് എഴുതുന്ന സമയത്ത് ഒരുപാട് സമയം പോകും. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, തിയറി ഒക്കെ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിന് നമ്മൾ വലിച്ചു വാരി ഒരുപാട് പാരഗ്രാഫുകൾ തിരിക്കുന്നതിന് പകരം കൃത്യമായിട്ട് അതിന്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റോ അല്ലെങ്കിൽ സബ് ഹെഡിങ്സോ എന്തൊക്കെയാണെന്നുള്ളതിനെ ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്സുകൾ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമുക്കിപ്പോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നല്ലോണം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നാണ് നമുക്ക് ഒരു ബ്ലാങ്ക് ആവുന്ന ഒരു അവസ്ഥ അല്ലെ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് പെട്ടെന്ന് വരാറുണ്ട്. നമ്മൾ പറയും നാവിന്റെ തുമ്പത്തെത്തിയിരുന്നു, ഇപ്പൊ കിട്ടണില്ല, അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ദ പെൻ എന്നൊക്കെ പറയും അല്ലെ, പേനയുടെ തുമ്പത്തെത്തിയിട്ട് ഇപ്പൊ എഴുതാൻ കിട്ടുന്നില്ല, ഇത്ര വരെ എനിക്ക് നല്ലോണം എന്ത് പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് ഒരു സ്റ്റക്ക് ആവുന്ന അവസ്ഥയുണ്ട് നമുക്ക്. എക്സാം വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫ്ലോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റക്ക് ആവുന്ന അവസ്ഥ അല്ലെ. അങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു കുറച്ച് സെക്കൻഡ്സ് ഒക്കെ, ഒരു 1 മിനിറ്റ് ഒക്കെ നമുക്ക് അങ്ങനെ നിൽക്കാം, അങ്ങനെ നിന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ടും അത് കിട്ടുന്നില്ല, ഒരു രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അവിടെ വേസ്റ്റ് ആയി പോകും. കാരണം നമ്മൾ കുറെ ആലോചിക്കും, പെട്ടെന്ന് നമുക്ക് സ്ട്രെസ് കൂടും, പെട്ടെന്ന് ഒരുപാട് ആൻസൈറ്റി ഒക്കെ വന്നു പോകും. ആ സമയത്ത് ഒന്നിൽ തന്നെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ സ്ട്രെസ് ആയി പോകും. അപ്പൊ അങ്ങനെ സ്റ്റക്കായി നിൽക്കാതെ ആ ഒരു കിട്ടാത്ത ആൻസറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ അടുത്തയിലേക്ക് പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. ഇതാണ് ഒരു കാര്യം. നമ്മൾ ആ സമയത്ത് നമുക്ക് എന്തായാലും സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. നല്ല രീതിയിൽ പഠിച്ചതാണെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് ചാൻസ് ഉള്ള കാര്യമാണ്. ഈ ഇക്വേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സ്റ്റാറ്റി അല്ലെങ്കിൽ മാത്സ് ഒക്കെ പോലെയുള്ള പേപ്പേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ചില ഇക്വേഷൻസ് ഒക്കെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് മറന്നു പോകും. അല്ലെങ്കിൽ ചില തിയറീസിന്റെ പേരുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ തന്നെ പോസ് ചെയ്യാതെ സ്കിപ്പ് അടിച്ചു പോവുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് നമ്മളെ ഇൻട്രൊഡക്ഷൻസും കൺക്ലൂഷൻസും അല്ലെ. എസ് എ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഈ 3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എസ് എസ് ചെയ്യുന്നത്. ഈ സമയത്ത് ബോഡി പാർട്ടിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ബോഡിയിലാണ് നമ്മൾ അതിന്റെ കോണ്ടന്റ്സ് തീർത്തും എഴുതി പോകുന്നുണ്ടാവും. അതിലെ സബ് ഹെഡിങ്സ് കാര്യങ്ങളൊക്കെ ബോഡി പോർഷനിലാണ് വരുന്നത്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ ഒരു 2-3 പാരഗ്രാഫ് ഒക്കെ എഴുതി വലിച്ചു വാരി എഴുതുന്നതിന് പകരം ഒറ്റ പാരഗ്രാഫിൽ എഴുതി തീർക്കുക. അതേപോലെ തന്നെ കൺക്ലൂഷൻ ഒരു പാരഗ്രാഫ് മതി, അതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ട. ബോഡിക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. ആ ബോഡിയാണ് നമ്മൾ വൃത്തിക്ക് എഴുതേണ്ടത്, നല്ല ടൈം കൊടുത്ത് എഴുതേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമുക്ക് ടൈം ഉണ്ടാവും. കുറച്ചുകൂടെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കാനും, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാനും, ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഇട്ടിട്ടുണ്ടോ, എല്ലാം ഓക്കെ ആണല്ലോ, അങ്ങനെയൊക്കെ ഉറപ്പുവരുത്താനൊക്കെ ഉള്ള ഒരു ടൈം നമുക്ക് പിന്നെയും ലാഭിക്കാം. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ട, ടൈം സേവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോ പെട്ടെന്നായിരിക്കും നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു സ്റ്റക്കായി പോകുന്ന അവസ്ഥ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചറപറാ എഴുത്താണ്, അയ്യോ ഇവരൊക്കെ എന്താണോ ഇത്ര എഴുതുന്നത്, എനിക്കൊന്നും എഴുതാനില്ലല്ലോ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ചുറ്റുപാട് നോക്കണ്ട. നമുക്ക് നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യനിലും നമ്മുടെ ആൻസർ ഷീറ്റിലും മാത്രം മതി. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ അവിടെ സംഭവിക്കും അല്ലെ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് സ്വയം ഒരു കമ്പാരിസൺ സംഭവിക്കും. അത് വേണ്ട.
അപ്പൊ അവരെ കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അവരാരും നമുക്ക് പറഞ്ഞു തരില്ല അല്ലെ. നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളോ നമ്മൾ പഠിച്ച കാര്യങ്ങളോ മാത്രമേ നമ്മളെ എക്സാം ഷീറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചുറ്റും നോക്കാതെ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് മാത്രം നോക്കുക, നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതാം. ഇനി അഥവാ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നൊന്ന് സ്റ്റക്ക് ആവുക അല്ലെങ്കിൽ ഒന്ന് പാനിക് ആവുന്ന സമയത്ത് നമ്മള് ഒരു പുക പോലെ ആയി, പെട്ടെന്ന് ഒന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ വന്നതോടുകൂടെ ഞാൻ ആകെ ബ്ലാങ്ക് ആയി, ആകെ പുകയായി എന്നൊക്കെ ഒരു ഫീലൊക്കെ നമുക്ക് വരും അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട് അല്ലെ, നമ്മുടെ സ്ട്രെസ് കൺട്രോൾ ടെക്നിക്സ് ഒക്കെ ഉണ്ട്, അതിലേതെങ്കിലും ഒക്കെ ചെയ്യാം. ഇനി ഒന്നും ഓർമ്മയില്ലെങ്കിലും വേണ്ടില്ല, ജസ്റ്റ് അവിടെ പേനയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് നിവർന്നിരുന്നിട്ട് ഒന്ന് പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഒരു ലോങ് ബ്രീത്ത് നമ്മൾ എടുക്കാം. ഓക്കെ, ലോങ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ചെസ്റ്റ് അല്ല അവിടെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബെല്ലിയാണ് അല്ലെ, നമ്മുടെ വയറാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓക്സിജൻ ഇൻടേക്ക് ആവും. ഈ ഒരു ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ ഒരുപാട് ഓക്സിജൻ നമ്മുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യും, നമ്മുടെ മെമ്മറി ഒക്കെ ഇങ്ങനെ തുള്ളി തുള്ളി നിൽക്കും അല്ലെ. കുറച്ചും കൂടെ ഓക്സിജൻസ് കിട്ടുമ്പോൾ കുറച്ചുകൂടെ മെമ്മറി ഒക്കെ ബ്രൈറ്റൻ ആവാൻ തുടങ്ങും. അതേപോലെ തന്നെ നമുക്കൊരു പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അവിടെ ആക്ടിവേറ്റ് ആവുകയും നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് കംപ്ലീറ്റ്ലി റിലാക്സ് ആവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ സ്ട്രെസ് ഫ്രീ ആയിട്ട് നല്ലൊരു അന്തരീക്ഷത്തിൽ തന്നെ ഇരുന്നിട്ട് എക്സാം എഴുതാൻ പറ്റും. ഒന്നും നടന്നില്ലെങ്കിലും ഈ ഒരു കാര്യമെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ ചെയ്യാം. വരാതിരിക്കട്ടെ, അഥവാ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പാനിക് ആവാൻ പാടില്ല, പാനിക്കിലേക്ക് പോകാൻ പാടില്ല, അതിന്റെ മുന്നേ തന്നെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ, നമ്മളിപ്പം ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് വെച്ചിട്ട് എക്സാമിന് പോകുന്നതിന്റെ മുമ്പേ 5 മാർക്കിന് ഇത്ര ടൈം, 10 മാർക്കിന് ഇത്ര ടൈം, അങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി, ഹാളിൽ എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കുറച്ച് ടഫാണ്, അല്ലെങ്കിൽ എസ്സേക്ക് കുറച്ചുകൂടെ ടൈം വേണ്ടി വരും എന്നൊക്കെ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, അതിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാം, കുറച്ച് ചേഞ്ച് വരുത്താം. പക്ഷെ ഓൾറെഡി ആ ഒരു പ്ലാൻ വെച്ചിട്ട് മാത്രം എക്സാം എഴുതി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രയോറിറ്റിക്കൊക്കെ അനുസരിച്ചിട്ട് ചില ക്വസ്റ്റ്യൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും പറഞ്ഞതുപോലെ ലാസ്റ്റ് ഒരു ഇത്തിരി സമയം നമ്മൾ ബാക്കി വെക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും ആയിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാൻ. നേരത്തെ പറഞ്ഞതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് തന്നെയാണോ കൊടുത്തിട്ടുള്ളത്, മാറ്റേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ സൈഡ് ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളത് എപ്പോഴും എക്സാം സ്പെഷ്യലിലും അല്ലാത്ത ലൈവ് എടുക്കുമ്പോഴും ഒക്കെ പറയുന്നതാണ്. ഈ ഹൈലൈറ്റ് ചെയ്ത് നോക്കൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മളെ എക്സാമിനെ അല്ലെങ്കിൽ നമ്മൾ ആൻസർ ഷീറ്റിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പെൻഡിങ്ങിൽ വന്നിട്ടുണ്ടോ, നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ ആൻസേഴ്സും വന്നിട്ടുണ്ടോ, അതൊക്കെ നമ്മളൊന്ന് നോക്കാനുള്ള ഒരു ടൈം നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും വെക്കാം. ഓക്കെ, ഒരു ലാസ്റ്റ് ടൈമിൽ മിനിമം 2 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഈ ഒരു എക്സാം എഴുതിയതിനു ശേഷം അവിടെ പേപ്പർ വെച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് ഒരു 2 മിനിറ്റ് എങ്കിലും, മിനിമം 2 മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എക്സാം ഡേയുടെ അന്ന് എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള നമ്മുടെ ടൈം മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ ഒരുപാട് ഔട്ട്കം ആയിരിക്കും നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഒരു ടൈമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളൊക്കെ എക്സാം ടൈം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹായ് മാം, നമുക്കിപ്പോ ഒരു 20 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ എത്രത്തോളം ആൻസർ ചെയ്യണം? ആൻസറിൽ നമുക്കിപ്പോ പിന്നെ അസൈൻമെന്റിലൊക്കെ എഴുതിയ അത്രയും നിങ്ങൾക്ക് എക്സാമിന് വരുന്നില്ല. എക്സാമിന് കുറച്ചും കൂടെ വേർഡ് ലിമിറ്റ് കുറവാണ്, വേർഡിന്റെ അളവ് കുറവാണ് വരുന്നത്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലുണ്ടാവും, അതിന്റെ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും 250, 400 വേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അസൈൻമെന്റിന് എഴുതുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഒരു 100 വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണെന്നൊക്കെ ഉള്ളത്. പക്ഷെ എക്സാമിന് നമ്മൾ A4 ഷീറ്റിൽ അല്ല എഴുതുന്നത്, എക്സാമിന് അവർ തരുന്ന ആൻസർ ഷീറ്റ് ആണ്, അതൊരു ബുക്ക്ലെറ്റ് ആണ്. അത് ഒരു സൈഡിൽ തന്നെ 200 വേർഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ആവുന്ന അത്രയും വലിയ ഷീറ്റ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഓരോരുത്തരുടെയും ഒരു ഹാൻഡ് റൈറ്റിംഗിനൊക്കെ അനുസരിച്ച് അതിനൊക്കെ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ അസൈൻമെന്റ് എഴുതിയതിലൂടെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ 100 വേർഡ്സ് എത്രയാണ് അല്ലെങ്കിൽ 500 വേർഡ്സ് എന്നാൽ എത്രയാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഓർമ്മ വെച്ചിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് വേർഡ് ലിമിറ്റ് എത്രയാണെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വേർഡും കൊടുത്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ എഴുതുക. മാർക്കും മാത്രം നോക്കിയാൽ പല വേർഡ് കൂടെ നോക്കണം, വേർഡിനനുസരിച്ച് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഇതുപോലെയുള്ള ഇപ്പൊ ചോദിച്ചതുപോലെയുള്ള വലിയ വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ ആണെങ്കിൽ സൈഡ് ഹെഡിങ്ങുകളൊക്കെ കൊടുത്തിട്ട് വൃത്തിയിൽ എഴുതുക. ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഒരു എസ്സേ രീതിയിൽ പോവുക. ആ ബോഡി പോർഷനിൽ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അണ്ടറിൽ വരുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കുറെ സബ് ടോപ്പിക്സുകളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതുക. അതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഹായ് മാം,
നമ്മുടെ എക്സാമിന് ബുക്ക്ലെറ്റ് ഫില്ല് ചെയ്യണ്ടേ നമ്മൾ? അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ബുക്ക്ലെറ്റിന്റെ കാര്യമാണോ? അതെ അതെ. ഓക്കെ, ബുക്ക്ലെറ്റ് നമുക്ക് ഒന്ന് മെയിൻ ആ ബുക്ക്ലെറ്റിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. എക്സ്ട്രാ ഷീറ്റും കാര്യങ്ങളൊന്നും കിട്ടൂല, വേറെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടൂല. അതിൽ എഴുതി തീർത്തിരിക്കണം, നമ്മുടെ എക്സാം അതിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ അതിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഉണ്ട്, ID കാർഡ് ഉണ്ട്, പിന്നെ നമ്മുടെ എൻറോൾമെന്റ് നമ്പറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊക്കെ കൃത്യമായിട്ട് അതിനൊക്കെയാണ് നമ്മൾ ആദ്യത്തെ കുറച്ച് സമയം എടുക്കണം എന്ന് പറയുന്നത്. അതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഫില്ല് ചെയ്തിടുക. പിന്നെ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും, അവർ പറഞ്ഞു തരും എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ, എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ആ ഡൗട്ടോട് കൂടെ അവിടെ എഴുതാതെ അവരടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രം എഴുതുക. അവസാനം നമ്മുടെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വേസ്റ്റ് ആയി പോകുന്ന രീതിയിൽ ആവരുത്. അവരടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രം ചെയ്യാം. ഓക്കെ, പിന്നെ അവരുടെ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഓടിച്ചു പോകണം. അതൊരു ഫസ്റ്റ് ഡേയിലെ എക്സാമിന് മാത്രമേ നമുക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ഡേയിലെ എക്സാമിന്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കൺഫ്യൂഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയി, നമ്മള് അതുമായിട്ട് പരിചയമായി കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഡേ നിങ്ങൾ എന്തായാലും എല്ലാ ദിവസവും നേരത്തെ എത്തണം, എല്ലാ എക്സാമിനും കുറച്ച് നേരത്തെ എത്തണം. ഫസ്റ്റ് ഡേ പ്രത്യേകിച്ചും കുറച്ച് നേരത്തെ എത്തുക. എക്സാം ഹാള് നമ്മൾ ആദ്യമായിട്ട് പോകുന്നതായിരിക്കും എക്സാം സെന്ററിലൊക്കെ, ഹോളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടി അവിടെ ചെല്ലണം. ഇൻവിജിലേറ്റേഴ്സിന്റെ അടുത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രം എഴുതി തുടങ്ങുക, ആൻസറിൽ എഴുതി തുടങ്ങുക. പിന്നെ ഇതൊക്കെ ലാസ്റ്റ് ചെയ്യാം, ഇപ്പൊ ഞാൻ ആൻസർ എഴുതി പോട്ടെ എന്ന രീതിയിൽ ഒന്നും നിൽക്കരുത്. ഫസ്റ്റ് അതൊക്കെ എഴുതി കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും ആൻസർ എഴുതിലേക്കും ഒക്കെ പോവാനായിട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. മാം, ഈ ബോൾ പെന്നാണോ ഇങ്ക് പെന്നാണോ ഉപയോഗിക്കേണ്ടത്? ബോൾ പെൻ വിൽ ബി ഫൈൻ. നമ്മള് ബ്ലൂ ഇങ്ക് ആണ് കുറച്ചും കൂടെ നല്ലത്. ബോൾ പെൻ ആവുമ്പോൾ നമുക്ക് അത് ഒരു വൃത്തി ഉണ്ടാവുമല്ലോ, പരന്ന് പോവാതെയും അല്ലെ, അങ്ങനെയൊക്കെ നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റുന്നത് ബോൾ പെൻ ആണ്. അപ്പൊ അതായിരിക്കും ബെറ്റർ. പിന്നെ എല്ലാം നമ്മുടെ ഒരു പ്രയോറിറ്റി ആണ്. നിങ്ങൾക്ക് ഏതാണോ പരിചയമുള്ളത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എഴുതിയിട്ട് ശീലമുള്ളത് ഏതാണോ അത് യൂസ് ചെയ്യാം. ബ്ലൂ ആണ് ഏറ്റവും നല്ലത്. എക്സാം ആണെങ്കിലും ഇനി അസൈൻമെന്റ് ആണെങ്കിലും ബ്ലൂ ഇങ്കിനാണ് കുറച്ചും കൂടെ പ്രിഫർ. എക്സാം ഹോളിൽ വാച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? ടൈം മാനേജ്മെന്റിന്റെ ടൈം അറിയണ്ടേ? ആ വാച്ച് ഉപയോഗിക്കാം. സ്മാർട്ട് വാച്ച് അലോ ചെയ്യാത്തേ ഉള്ളൂ, നോർമൽ വാച്ച് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു. ഹായ് മാം, നമ്മളിപ്പം പോയിന്റ്സ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് എഴുതാൻ പറഞ്ഞില്ലേ? ഇപ്പം നമ്മള് സിലബസിലുള്ള പോയിന്റ്സ് മാത്രമേ സ്പെസിഫൈ ചെയ്യാവുള്ളൂ, അതോ നമുക്ക് സ്വന്തമായിട്ട് പോയിന്റ്സ് എഴുതാവോ, ആഡ് ചെയ്യാവോ റെലവെന്റ് ആയിട്ടുള്ള? സ്വന്തമായിട്ട് അത് ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോ എത്രത്തോളം നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് മുഴുവനൊന്നും ബൈഹർട്ട് ചെയ്ത് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. കോൺസെപ്റ്റ് നമ്മുടെ ക്ലിയർ സൈഡിൽ ആയിരുന്നു. നിന്ന് റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി കഴിഞ്ഞാലും സിലബസ് നോക്കിയല്ലല്ലോ അവര് ഇത് മാർക്ക് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു കണ്ടന്റിന്റെ വാലിഡിറ്റി നോക്കിയിട്ട്. അതെ, കണ്ടന്റ് തന്നെയാണ്. പിന്നെ അതിനാണ് നമ്മൾ സൈഡ് ഹെഡിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു കോൺസെപ്റ്റിന്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ഒരു തിയറിയുടെ അണ്ടറിൽ വരുന്ന സൈഡ് ഹെഡിങ്സോ അല്ലെങ്കിൽ സബ് ടോപ്പിക്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതി അതിന് അണ്ടർലൈൻ ഒക്കെ കൊടുത്ത് ഒരു ഹൈലൈറ്റ് ചെയ്ത് പോവാം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി. പക്ഷെ അതൊരിക്കലും പിന്നെ അതിന്റെ അണ്ടറിൽ വരുന്ന അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് മാത്രം. അത്രയും നമ്മുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാം. താങ്ക് യു. ആൻസർ ഷീറ്റ് ലൈൻ ഉള്ളതാണോ മാം? യെസ്, ലൈൻ ഉള്ളതാണ്. പറഞ്ഞു. നമ്മളെ ജെൻഡറിന്റെ ഒക്കെ എക്സാം വരുന്ന ടൈമില് കേസ് സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, ഈ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നമ്മളുടേതായ ഓൺ വേർഡ്സിലൊക്കെ എഴുതാൻ പറ്റുമോ? എഴുതാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതുപോലെയുള്ള ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ സൈക്കോളജി ഒക്കെ പോലെയുള്ള പേപ്പേഴ്സ് ആണെങ്കിൽ അതൊന്നും നമുക്ക് ഒരിക്കലും സിലബസ് അതേപോലെ എഴുതാൻ പറ്റില്ല. നമ്മൾ പഠിക്കുന്ന പല തിയറീസും നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അതേപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള വേർഡ്സിൽ നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. എക്സാമ്പിൾസ് ഒക്കെ ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻസും അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. നമുക്ക് ഒന്നും കൂടെ ഓർമ്മ കിട്ടും. മറന്നുപോയ കാര്യങ്ങളൊക്കെ ആ എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഓർമ്മ കിട്ടും. നേരത്തെ പോലത്തെ ഒരു മെമ്മറിന്റെ പ്രോബ്ലം ഒന്നും ആ സമയത്ത് അധികം വരില്ല, എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെച്ചിട്ട് എഴുതുവാണെങ്കിൽ. അങ്ങനെ നമ്മുടേതായിട്ടുള്ള വേർഡ്സിലേക്ക് നമുക്ക് ചെയ്യാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? എക്സാമിന് കാൽക്കുലേറ്റർ നമുക്ക് നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. സ്റ്റാറ്റിക് ആണെങ്കിൽ സയന്റിഫിക് യൂസ് ചെയ്യാൻ പാടില്ല. സയന്റിഫിക് യൂസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചോദിക്കേണ്ടി വരും. നോർമൽ കാൽക്കുലേറ്റർ പറയാം. ഓക്കെ മാം, ഈ 20 മാർക്സും 10 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പം ഈ 20 മാർക്സിനും 10 മാർക്സിനൊക്കെ ഏകദേശം
ഇപ്പൊ ഈ 3 hours എത്ര ടൈം കൊടുക്കേണ്ടി വരും? നിങ്ങൾക്ക് 100 മാർക്കിനാണ് 3 ഹവേഴ്സിലെ ടൈം വരുന്നത്. 50 മാർക്സിന് 2 ഹവേഴ്സ് ആണ് ടൈം വരുന്നത്. അപ്പോ ആ 3 ഹവേഴ്സിന് നിങ്ങൾ 20 മാർക്സിന്റെ എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എഴുതി നോക്കുക. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ചിലർക്ക് പെട്ടെന്ന് നല്ല സ്പീഡിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, ചിലർക്ക് പതുക്കെ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ അത് ഓരോരുത്തരും യുണീക്കാണ്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഏത് സബ്ജക്ട് എടുക്കും, ഏത് സബ്ജക്ട് പഠിക്കുന്ന സമയത്തും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു വെക്കുക. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെക്കുക. അതിലത്തെ മാർക്കും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്, അതിന്റെ ഒരു സ്ട്രാറ്റജീസ് എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് നിങ്ങൾ അതിന് നിങ്ങളായിട്ട് തന്നെ അലോ ചെയ്ത് കൊടുക്കണം ടൈം. ഓക്കെ. ഇനി നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം. ഓക്കെ. അവരുമായിട്ട് മാം ഈ 5 മാർക്കിന് 10 മാർക്കിന് അതിനുള്ള എത്ര പേജസ് ആണ് എഴുതേണ്ടത് ആൻസർ? പേജസ് അല്ല, വേർഡ്സ് ആണ്. നമുക്ക് വേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് വേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ ഇത്ര വേർഡ്സ് എന്നുള്ളത് 250, 500 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ഓൾറെഡി എഴുതിയിരിക്കുന്ന ഒരു അസൈൻമെന്റിന്റെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ രീതിയിൽ നിങ്ങൾ എഴുതുക. ഓക്കെ ഓക്കെ. ഹലോ മാം, അപ്പോ നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് സെന്റൻസ് ഒക്കെ എഴുതുകയാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാൻ പെന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഹൈലൈറ്റ് അണ്ടർലൈൻ ചെയ്യാൻ ആ പേന യൂസ് ചെയ്യാം. വേറെ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേനയോ പെൻസിലോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മള് ഹൈലൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് അണ്ടർലൈൻ കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ അതിന്റെ മേലെ കാണുന്ന രീതിയിലൊന്നും കൊടുക്കണ്ട, അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ. മാം ഈ ഗ്രാഫ് ഒക്കെ വരുന്ന പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോ അത് ഈ ബുക്ക്ലെറ്റിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുമോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ഗ്രാഫ് വരുന്ന സ്റ്റാറ്റ് പോലെയുള്ള പേപ്പേഴ്സ് ആയിരിക്കും അല്ലേ? അതെ മാം. ഓക്കെ. അതില് നിങ്ങൾക്ക് ഗ്രാഫ് നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രാഫ് പേപ്പർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഐ തിങ്ക് അത് നിങ്ങൾ സാധാരണ ഒരു പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്നതാന്ന് തോന്നുന്നു. ഓക്കെ. എന്തായാലും അതിന്റെ കാര്യത്തിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നെക്സ്റ്റ് സെഷനിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഇനിയിപ്പോ അടുത്തൊരു സെഷൻ വരുന്നത് കൃത്യമായിട്ടുള്ള ആൻസർ എങ്ങനെ ചെയ്യാം, എങ്കിൽ പിന്നെ നല്ല രീതിയിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആൻസറിനെയൊക്കെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് സെഷനിലേക്ക് നമുക്ക് പോവാം. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയട്ടെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളും നിങ്ങൾ ഇത്രയും നാളും പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും നമുക്കറിയാം നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ ഒരു ഡൗട്ട്. നമ്മളിപ്പോ ഈ ബുക്ക്ലെറ്റ് ഫിക്സഡ് ആന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ ചെറുതായിട്ട് എഴുതണോ, ലെറ്റേഴ്സ് ചെറുതാക്കണോ? ഇപ്പൊ അത്യാവശ്യം 18 ഷീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അത്രയും കൺജസ്റ്റഡ് ആയിട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല. നോർമൽ ആയിട്ട് എഴുതിയാൽ മതി. ഒരു പാരഗ്രാഫ് അടുത്ത പാരഗ്രാഫിനൊക്കെ നമ്മൾ ഗ്യാപ്പ് അത് ഒരു ലൈനൊക്കെ തന്നെ വിടേണ്ട കാര്യമില്ല അല്ലേ? നേരെ അടുത്ത ലൈനിൽ കുറച്ച് നീക്കിയിട്ട് എഴുതണായിരിക്കില്ലേ ബുദ്ധി അവസാനം? കുറച്ച് ഒരു ലൈൻ വിട്ടിട്ട് ഒക്കെ എഴുതിയാൽ മതി. ഒരു ലൈനൊക്കെ വിട്ടിട്ട് നമ്മളിപ്പോ അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോൾ അത്രയും ഭയങ്കര സ്പേസ് ഒന്നും ഇട്ടിട്ട് കൊടുക്കണ്ട. അതിനൊന്നുള്ള പിന്നെ പറഞ്ഞ എക്സാം ആണല്ലോ, എക്സാം ഹോൾ ആണല്ലോ. അത്രത്തോളം ഒന്നും അഡീഷണൽ ഷീറ്റ് തരത്തില്ലേ? അഡീഷണൽ ഷീറ്റ് ഇല്ല. ഒരു ബുക്ക്ലെറ്റ് എത്ര പേജാമോ? 18 ഷീറ്റ്സ് ഐ തിങ്ക്. 18 ഷീറ്റ്സ് ആണ്. രണ്ട് സൈഡ് ഉണ്ടോ എഴുതാമോ? രണ്ട് സൈഡിൽ എഴുതാമല്ലോ. 2 സൈഡ് എഴുതാം. എക്സാമിന് 2 സൈഡ് എഴുതാം. ലൈൻ ഇട്ട പേപ്പറാണ്. 36 പേജ് കിട്ടും അല്ലേ? അത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതിയല്ലോ. മതി. ഒരു കാര്യം ചോദിക്കട്ടെ മാം, നമ്മളിപ്പോ ഒരു ആൻസർ എഴുതി കഴിഞ്ഞ് നമുക്കത് നിന്നുപോയി, മീൻസ് അറിയാണ്ട് വന്നു. അപ്പൊ നമുക്ക് പിന്നെ അവസാനം അതിൽ പിന്നെ കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെയിം നമ്പർ ഇട്ടിട്ട് പിന്നെ അതിന്റെ ബാക്കിയായിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതിക്കോ. ഇനി അഥവാ അവസാനം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ ആ നമ്പർ പിന്നെ എടുത്തിട്ട് ലാസ്റ്റ് എഴുതി അങ്ങനെ പറ്റില്ല. ഇല്ല. അപ്പൊ അവര് ഫസ്റ്റ് തന്നെ നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു നമ്പർ ഇട്ടിട്ട് ആൻസർ ചെയ്തല്ലേ, അപ്പൊ അതല്ലേ അവർ നോക്കുള്ളൂ. അവസാനം പിന്നെയും നമ്മള് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് എഴുതുമ്പോ അങ്ങനെ വരില്ല. അപ്പൊ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്താൽ മതി. അഥവാ നമുക്ക് ലാസ്റ്റ് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്തിടുക. ലൈനൊക്കെ എന്തെങ്കിലും ആയിട്ട് ക്രോസ് ചെയ്തിടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നിങ്ങൾ. സബ് ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ ഇപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ABC. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അതിന് 3 സബ് ഓപ്ഷൻസ് ഉണ്ട്, ABC എന്ന് പറഞ്ഞിട്ട്. അപ്പൊ A B ഞാൻ ആദ്യം എഴുതി, E എനിക്ക് ലാസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ.
അപ്പൊ ഞാൻ 3C എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് എഴുതിയാൽ മതിയോ? അങ്ങനെ പോരാ. എഴുതാമോ? ആ, 3C ശരി. എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അതായത് സബ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ? ആ അങ്ങനെ സബ് എഴുതാമോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ച് തന്നെ പോകണം, ഒരുമിച്ച് തന്നെ എഴുതി ഒരുമിച്ച് പോകണം. കാരണം അതിന്റെ മാർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒറ്റ രീതിയിലായിരിക്കും. 5+5+5 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവർ ഒരുമിച്ചല്ല മാർക്ക് ഇടുന്നുണ്ടാവോ? ക്വസ്റ്റ്യൻ നമ്പർ ഒറ്റ ഒന്നല്ലേ? മാം ഓക്കെ. ടേബിൾ ഒക്കെ അവർ തരുമോ? എങ്ങനെ? സ്റ്റാറ്റിസ്റ്റിക്സില് ടേബിൾ അവർ തരുമോ? ടേബിൾ വെച്ച് നോക്കാനുണ്ടല്ലോ ചില പ്രോബ്ലംസ് ഒക്കെ. മനസ്സിലായി. അതിൽ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും ചിലതിനൊക്കെ. പിന്നെ അധികവും അങ്ങനെ വലിയ ഇതായിട്ടുള്ളതൊന്നും ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറില്ല. അപ്പം സ്റ്റാറ്റിയുടെ വരാറില്ല. നിങ്ങളെ എക്സാം അതുപോലെ PYQന്റെ അനാലിസിസ് വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. സ്റ്റാറ്റി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സും ക്വസ്റ്റ്യൻസും മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക, പ്രത്യേകിച്ച് ഇതുപോലത്തെ പ്രോബ്ലംസിൽ. ഓക്കെ അപ്പൊ മിസ് നമ്മുടെ ടൈം. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു. ഓർ ക്വസ്റ്റ്യൻസ് ഓക്കെ ഉണ്ടാവോ? ഓ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓപ്ഷൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസറിലേക്ക് പോവുക. കാരണം ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പൊ അതിന് മുന്നേ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു രാത്രി ഉള്ളൂന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കണം. നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിലുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അതും അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ അടുത്തോ ഒക്കെ ചോദിച്ചിട്ട് അതിന് ഒന്നും വേണ്ട, നമ്മുടെ സൈറ്റിൽ കിട്ടും. ഇഗ്നോയുടെ സൈറ്റിൽ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും, PDF ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ അതെടുത്തിട്ട് നോക്കുക. നമ്മളെ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. എക്സാമിന് പോയിട്ട് അവിടെ കണ്ടിട്ടല്ല നമ്മളിത് അറിയേണ്ടത്. അതിന്റെ മുന്നേ തന്നെ നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അകപ്പാടെ ഒരു കൺഫ്യൂഷൻ വരും. അതുണ്ടാവാൻ പാടില്ല.